നമ്മളിപ്പോൾ ഇമ്പോർട്ടിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇയർ ക്ലാസ് ടീച്ചേഴ്സ്. ഇമ്പോർട്ടിംഗ് കഴിഞ്ഞ ടീച്ചർമാർ ഇപ്പോൾ B1 D1 ക്ലാസ്സുകളിലൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അവരങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേജിലോട്ട് കയറിക്കോളൂ. അതായത് ഒന്ന് അവർ ഇതുപോലെ ഈ അക്കാഡമിക് ഇയർ എടുക്കാം, എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്യാം, ഈ 11th പ്രസ് ചെയ്യാം, എന്നിട്ട് അവരെ ക്ലാസ്സിലോട്ട് പോകും. അപ്പോൾ D1 ക്ലാസ്സിൻ്റെ ഏകദേശം തീർന്നു, 1-2 കുട്ടികളേ ഉള്ളൂ. അവിടെ വ്യൂ മാനേജ് കൊടുത്തിട്ട് ആ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ കുട്ടി കണ്ടുപിടിക്കുക. ആദ്യത്തെ കുട്ടി ഇതിൽ അഭിഷേക് PS ആണ്. അഭിഷേക് PSൻ്റെ GP ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് ആദ്യം ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് പറ്റുള്ളൂ. അഭിജിത്ത് DP ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതും ഇതിനകത്ത് തുറക്കുക. അഭിജിത്ത് PS അപ്പം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. ഇവിടെ നിന്ന് ജസ്റ്റ് ഫൈൻഡ് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഭിജിത്ത് PS നമുക്ക് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊന്ന് ഫില്ല് ചെയ്യണം. ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം വന്നിരിക്കുന്നത് ഇതെല്ലാം ചുവപ്പിലാണ് വന്നിരിക്കുന്നത്. അത് അഭിജിത്ത് PSൻ്റെ GP EP FP ഈ 3 സാധനങ്ങൾ നമ്മൾ പച്ചയിലെത്തിക്കണം. ആ GP ആദ്യം തുറക്കുക. എന്നിട്ട് അതിനകത്ത് അഭിജിത്ത് PSൻ്റെ ഡു യു വോണ്ട് ചേഞ്ചർ ഡെമോഗ്രാഫിക് ഡാറ്റ ഒന്നും ചെയ്യേണ്ട, ഒന്നും തൊടാതിരിക്കുക. അതിനകത്ത് ഇവിടെ ഗാർഡിയൻസ് നെയിം അതൊന്നും മാറ്റണ്ട. ആകെ കൂടി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ താഴെ പോയിട്ട് മൊബൈൽ നമ്പറും ഒന്നും മാറ്റണ്ട. ഇനി മൊബൈൽ നമ്പർ മാറ്റണമെങ്കിൽ മാറ്റാം. നമുക്കിതിനകത്ത് ഡാറ്റയ്ക്കകത്ത് മൊബൈൽ നമ്പറുകളുണ്ട്. പുതിയ മൊബൈൽ നമ്പർ വല്ലതും മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ മാറ്റാം. മിക്കവാറും മാറിയിട്ടുണ്ടാവില്ല. 762 തന്നെയാണ് ഈ കുട്ടിയുടെ നമ്പർ. ഇപ്പോഴും 762 തന്നെയാണ്, മാറണ്ട. ഇനി ഓൾട്ടർനേറ്റ് നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൊടുത്തോളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ മൈനോറിറ്റി ഗ്രൂപ്പ് ഇതൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത് ഇവിടെ സേവ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ സാധനം നമ്മൾ പച്ചയായിട്ടുണ്ടാവും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഈ സാധനം പച്ചയായിട്ടുണ്ട്. ഇത് 3ഉം പച്ചയാക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അത് ഫോർവേഡ് അടിച്ചാൽ നമ്മൾ അടുത്തതിലോട്ട് ഇഫിലോട്ട് പോയതിനായിരുന്നു. പിന്നെ അഡ്മിഷൻ നമ്പർ ഇൻ പ്രസൻറ്റ് സ്കൂൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ നമ്പറിന് നമ്മൾ ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അഡ്മിഷൻ നമ്പർ ഇവിടെ ഇതിനകത്ത് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ടീച്ചർമാരുടെ ഇതിനകത്ത് നോക്കിയാൽ മതി. അഭിജിത്ത് PSൻ്റെ അഡ്മിഷൻ നമ്പർ ഞാൻ ഗൂഗിൾ ഫോമിൽ ഇട്ടു എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. 969461 ആണ്. അപ്പോൾ ഈ സാധനം കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചർമാരുടെ കയ്യിലുണ്ടാവുമല്ലോ. ഈ സാധനം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കി ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് അഡ്മിഷൻ ഡേറ്റ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ടാണ് കൊടുത്തത്. നമ്മുടെ സിന്ധു ടീച്ചർ എല്ലാം 10-6 എല്ലാ കുട്ടികളും കറക്റ്റായിട്ടാണ് കൊടുത്തത്. പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അത് ഇംഗ്ലീഷിൽ നിന്ന് കൊടുക്കാം. പിന്നെ റോൾ നമ്പറൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഇവിടെ സ്റ്റാർ വരുന്നത് മാത്രം ഫുള്ള് ശരിക്കും ഫില്ലപ്പ് ചെയ്താൽ മതി. ഇൻ കേസ് നമുക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തൊന്ന് സേവ് കൊടുത്ത് നോക്കാം. അപ്പം ഇതിനകത്ത് സം മാൻഡേറ്ററി ഫീൽഡ് ആർ മിസ്സിംഗ് എന്ന് വരുന്നുണ്ട്. അപ്പം മാൻഡേറ്ററി ഫീൽഡ് ഏതൊക്കെയാണ്? ഒന്ന് ലാംഗ്വേജ് ഗ്രൂപ്പ് സ്റ്റഡീഡ് ബൈ സ്റ്റുഡൻറ്റ്, ഇത് സെലക്ട് ചെയ്യും. പിന്നെ ഇതിനകത്ത് അക്കാഡമിക് സ്ട്രീം ഓപ്റ്റഡ്, ഈ കുട്ടി സയൻസാണ്. പിന്നെ ഒന്നും കൂടി കൊടുത്ത് നോക്കാം. സേവ് പറ്റുന്നുണ്ടെങ്കിൽ പോട്ടെ. അതിപ്പോൾ ഇപ്പോഴും പറ്റുന്നില്ല. അപ്പം വേറെ എന്തോ സാധനം കൂടി കൊടുക്കാനുണ്ട്. ഗ്രേഡ് ക്ലാസ് സ്റ്റഡീഡ് ഇൻ പ്രീവിയസ് ഇയർ അത് 10 നേരത്തെ 10 ആണ്. വെദർ അഡ്മിറ്റഡ് അണ്ടർ സെക്ഷൻ 12C ഓഫ് RT ആക്ട് അത് നമുക്ക് യെസിനോ ഒന്നും കൊടുക്കാം. ഇവിടെ നമുക്ക് നോ യെസ് രണ്ടും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല. സബ്ജക്റ്റ് ഗ്രൂപ്പ് സ്റ്റഡീഡ് ബൈ ദി സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ഇവിടെ ആ കുട്ടിയുടെ സബ്ജക്റ്റ് ഗ്രൂപ്പ് ഇതൊക്കെ നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പം ഇത് ബയോളജി ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് കൊടുത്താൽ മതി. ഫിസിക്സിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, ഫിസിക്സ്, പിന്നെ കുട്ടി കെമിസ്ട്രി കണ്ടുപിടിക്കുക. കെമിസ്ട്രി
പിന്നെ മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതാണ് ആ കുട്ടിയുടെ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് എന്നിട്ട് ഒന്നും കൂടി കൊടുത്ത് നോക്കാം, ഇവിടെ സേവ് കൊടുത്ത് നോക്കാം. അപ്പം ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഈ സ്ഥലത്ത് എന്തെങ്കിലും ഫില്ലപ്പ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഒരു സേവ് അടിച്ച് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രൊസീഡ് ആവുന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ റിക്വയർഡ് കാണിക്കും, റിക്വയർഡൊക്കെ ചുവപ്പിൽ കാണിക്കും. വെദർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് സ്റ്റുഡൻറ്റ് ഫോർ ദി ഇയർ ഫോർ ഫില്ലിംഗ് ഡാറ്റ. അത് യെസ് നോ അല്ലെങ്കിൽ കൊടുക്കുക, നോ കൊടുക്കുക, എന്ത് വേണമെങ്കിലും കൊടുത്തോ. ജസ്റ്റ് സ്റ്റുഡൻറ്റ് അപ്പിയർ ഇൻ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ. ഈ കുട്ടി അങ്ങനെ ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി അല്ലെങ്കിൽ ബേബിസ് ടീച്ചർ ഇത് മോഡിഫൈ ചെയ്തോളും. NCC NSS അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടിയാണോ എന്ന് കൊടുക്കുക. ആണെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഞാൻ നോ ആണ് കൊടുക്കുന്നത്. ആ കുട്ടി അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ടീച്ചറിന് മാറ്റാവുന്നതാണ്. ഹാൻഡ്ലിംഗ് ഡിജിറ്റൽ ഡിവൈസ് മിക്കവാറും എല്ലാ കുട്ടികളും ആണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊടുക്കുക. പിന്നെ സ്റ്റുഡൻറ്റ് ഹൈറ്റ്, വെയ്റ്റും, ആ 2 സാധനങ്ങൾ നമ്മൾ ഈ ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഗൂഗിൾ ഫോമിനകത്ത് നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ ആ ഡാറ്റ തന്നെ ഫില്ലപ്പ് ചെയ്യണമെന്നാണ് ഇവിടെ ഉള്ളത്. അതിനാണ് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്തത്. അപ്പോൾ ഹൈറ്റും വെയ്റ്റും ആണ് 178ഉം 47ഉമാണ്. 178ഉം 178ഉം പിന്നെ ഇവിടെ 47. അപ്പോൾ ആ സാധനം അങ്ങനെ കൊടുക്കുക. ഇനി ഇതൊക്കെ കറക്റ്റ് കൊടുക്കണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം സ്കൂൾ അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. 11 കിലോമീറ്ററാണ്. 11 കൊടുക്കുക. അപ്പോൾ ഇവിടെ മോർ ദാൻ 5 കിലോമീറ്ററാണ് ഇവിടെ കിടക്കുന്നത്, അപ്പോൾ അത് കൊടുക്കാം. പിന്നെ കംപ്ലീറ്റഡ് ഫാദറും മദറും ഒക്കെ എന്തുമാത്രം പഠിച്ചു എന്നുള്ളതാണ് പിന്നെ അടുത്ത് ചോദിക്കുന്നത്. അതൊക്കെ ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാസ്റ്റ് 12th എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 12ാം ക്ലാസ് പാസ്സായിട്ടുള്ള പേരൻസാണ് കുട്ടിക്കുള്ളത്. അപ്പം മോർ ദാൻ പാസ്റ്റ് 12th എന്ന് കൊടുക്കാം. അപ്പം ഹയർ സെക്കൻഡറി ഓർ ഈക്വലൻ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുത്തു. പിന്നെ ഇവിടെ കുറേ റിക്വയർഡ് ഫീൽഡുകളുണ്ട്. ഇതെല്ലാം കറക്റ്റ് കൊടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ ഏകദേശം കണ്ടിട്ട് ഇതുവരെ കുട്ടിയുടെ പേരൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്താലും മതി. അത് ഞാനിതിനെ പറ്റിയൊന്നും അഭിപ്രായം പറയുന്നില്ല. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റിക്ക് മറ്റോ ഐഡൻറ്റിഫൈ ചെയ്ത കുട്ടിയാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഏതിലാണ് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് കൊടുക്കണം. അപ്പോൾ ഈ കുട്ടി അങ്ങനെ അല്ലെന്നാണ് എൻ്റെ ധാരണ. വേണമെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഡാറ്റാസൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് RU അന്നപൂർണ യോജന, വെദർ ദി EWS, വെദർ CWSN എല്ലാം നോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോ. ഇതിൽ യെസ് ഉള്ള കുട്ടികളുടെ ആണെങ്കിൽ യെസ് കൊടുക്കണം. പിന്നെ ഓട്ടിസം നോ ആയിരിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ താഴെയുള്ള ADHD അത് നോ ആയിരിക്കും. അത് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ഐഡൻറ്റിഫൈഡ് ആയിട്ട് ഗിഫ്റ്റഡ് ടാലൻറ്റ് നോ കൊടുത്തു. യെസ് ആണെങ്കിൽ ടീച്ചർ മാറ്റി കൊടുത്താൽ എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ ബാക്ക് ടു സ്റ്റുഡൻറ്റ് ഡാഷ്ബോർഡിൽ പോവാം. അപ്പോൾ ഈ കുട്ടിയുടെ എല്ലാം പച്ചയാവും. ഇപ്പോൾ ഇങ്ങനെ എല്ലാ കുട്ടികളെയും നമ്മൾ പച്ചയാക്കണം. ഇതും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇമ്പോർട്ടിംഗ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഇമ്പോർട്ടിംഗ് ഇല്ലെങ്കിൽ നമ്മുടെ ആ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ലല്ലോ. എത്തിയ കുട്ടികളെ പിന്നെ പതുക്കെ സമയം കിട്ടുന്ന സമയത്ത് ഇത് ചെയ്യണം. ഇതിന് കുറേ സമയം പിടിക്കുന്നതാണ്. അപ്പം ഇത് ആ ഡാറ്റ കളക്ട് ചെയ്താൽ അതിനനുസരിച്ച് തന്നെ ഡാറ്റ എല്ലാവർക്കും സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതിനനുസരിച്ച് തന്നെ ചെയ്യണോ അതോ നമ്മൾ ഏകദേശം വെച്ചിട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കാം. അപ്പോൾ ചെയ്ത B1 D1 ക്ലാസ്സുകാർ ഇനിയും ഈ സ്റ്റേജിലോട്ട് കടന്നോളും. ബാക്കിയുള്ളവരെങ്ങനെയെങ്കിലും ഇമ്പോർട്ടിങ് പെട്ടെന്ന് തീർക്കും. ഇമ്പോർട്ടിങ്ങിന് എത്രയും പുലിവാലുള്ളതല്ല, പെട്ടെന്ന് തീരേണ്ടതാണ്.